അങ്ങനെ എത്രയോ മനുഷ്യരാണ് ഈ പദ്ധതിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ നൽകുന്നത്. ആ പ്രവർത്തനത്തെ മോശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ജി സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ല. ഒരു കാര്യം കൂടെ ബോധ്യപ്പെടേണ്ടത്, ഹൃദയപൂർവ്വത്തെ അപമാനിച്ചവരും നിന്ദിച്ചവരുമെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുനിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ട്, തിരിച്ചടി ലഭ്യമായിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ ജി സുധാകരനിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജി സുധാകരൻ പറയുന്ന വിവരക്കേടിനും വിഡിത്തത്തിനൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. MLA ആയി മത്സരിക്കണമെന്നല്ല, നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നും മത്സരിച്ച് വിജയിച്ചു വന്നാൽ മന്ത്രിസ്ഥാനം ഉറപ്പ് കൊടുത്തിരുന്നതും അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം ഉറപ്പ് കൊടുത്തിരുന്നതും UDF-ഉം കോൺഗ്രസ്സാണ്. അത് കിട്ടാത്തതിൽ എന്തോ മാനസിക നില തെറ്റി വെറുതെ ഞങ്ങളുടെ മണ്ടയ്ക്ക് ഇട്ടിട്ട് കാര്യമില്ല. അത് അവരുമായി UDF-ഉം കോൺഗ്രസ്സാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടത്. അദ്ദേഹത്തിന് നല്ല ചികിത്സ കൊടുക്കാൻ UDF-ഉം കോൺഗ്രസും KC വേണുഗോപാലും തയ്യാറാവണം. ഒരു വലിയ പദ്ധതിയെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമൊന്നുമില്ല. നിങ്ങൾ കണ്ടാൽ മതി, ഒരു രാഷ്ട്രീയവും ഇല്ല. ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത എത്രയോ മനുഷ്യരാണ് പിന്തുണ നൽകുന്നത്. ഞങ്ങൾ പല ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചതാണ്. DYFയുടെ ഞങ്ങളുടെ ഈ സമ്മേളന കാലം ഞങ്ങളൊപ്പം പ്രവർത്തിച്ച സഖാവാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രധാന സഖാവ് M. രജീഷിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ പ്രതിനിധി സമ്മേളനം നഗർ എടുത്തിട്ടുള്ളത്. രജീഷ് വളരെ വേഗത്തിലാണ് ഞങ്ങൾ നകന്നുപോയത്. വണ്ടി ആക്സിഡന്റിലാണ് മരണപ്പെട്ടത്. സഖാവ് രജീഷ് മരണപ്പെട്ട് ആ സഖാവിൻ്റെ ശവശരീരം ഞങ്ങൾ ആ മോർച്ചറിയിൽ നിന്ന്, വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോഴും ആ ഏറ്റുവാങ്ങുന്ന സമയത്തും ഹൃദയപൂർവ്വം ഭക്ഷണപ്പൊതി അവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, ഈ ഭക്ഷണപ്പൊതി പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിനായ മനുഷ്യർ നിരാശപ്പെടാൻ പാടില്ലെന്നും ഒരു നേരം പോലും ഒരു വിശന്നിരിക്കാൻ പാടില്ലെന്നുമുള്ള ഞങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ ആയിരക്കണക്കിനായ മനുഷ്യരുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു ദിവസക്കാലം 2500 പൊതികളാണ് വരുന്നത്. എത്ര മനുഷ്യരാണ് രാഷ്ട്രീയമുള്ളവർ, രാഷ്ട്രീയമില്ലാത്തവർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ ഞങ്ങളോടൊപ്പം സ്വീകരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച 11-ാം തീയതിയാണ് ഈ വെട്ടക്കൽ കമ്മിറ്റിയാണ്, അരൂരിലെ വെട്ടക്കൽ മേഖലാ കമ്മിറ്റിയുടെ ഭക്ഷണപ്പൊതിയായിട്ട് എത്തിച്ചത്. അവിടുന്ന് ഒരു കുത്തിയതോട് മേഖലാ കമ്മിറ്റിയാണ്. അവിടുന്ന് ഒരു സ്ത്രീ ഈ വാഹനത്തിനോടൊപ്പം വന്നു. ഞാൻ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞെന്തായോ, ആ സ്ത്രീയും അവരുടെ അനുജത്തിയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിരുന്ന ഘട്ടത്തിൽ കഴിച്ചത് ഈ ഭക്ഷണമാണ്, ഹൃദയപൂർവ്വത്തിൻ്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് 300 പേർക്കുള്ള ഭക്ഷണം DYFI കൊടുക്കുന്ന ഹൃദയപൂർവ്വത്തിന് നൽകാൻ ഇവരോടൊപ്പം ഞാൻ വന്നാണ്. അവർ വീട്ടിൽ വെച്ച് തന്നെ പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ DYFIക്കൊപ്പം എത്തിച്ചേർന്നത്. അങ്ങനെ എത്രയോ മനുഷ്യരാണ് ഈ പദ്ധതിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ നൽകുന്നത്. ആ പ്രവർത്തനത്തെ മോശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ജി സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ല. ഒരു കാര്യം കൂടെ ബോധ്യപ്പെടേണ്ടത്, ഹൃദയപൂർവ്വത്തെ അപമാനിച്ചവരും നിന്ദിച്ചവരുമെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുനിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ട്, തിരിച്ചടി ലഭ്യമായിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ ജി സുധാകരനിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും.